മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രം ചൊല്ലിയാൽ മതിയോ, അതോ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുകൂടി ചേർത്ത് ചൊല്ലേണ്ടതുണ്ടോ? ഉത്തരം: മരണാസന്നരായവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ചൊല്ലിയാൽ മതി. ഒരാൾ മരണപ്പെട്ടാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഉത്തരം: ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്നു ചൊല്ലിക്കൊണ്ട് 2 കണ്ണുകളും അടച്ചു കൊടുക്കണം. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: ഒരു ശീലക്കഷ്ണം കൊണ്ട് താടി കെട്ടുക, കെണിപ്പുകൾ മടക്കി നിവർത്തുക, മുഴുവൻ മൂടുന്ന ഒരു തുണി കൊണ്ട് ശരീരം മുഴുവൻ മൂടുക, മരിക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം അഴിച്ചു മാറ്റുക. ഏത് വെള്ളം കൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്? ഉത്തരം: പ്രകൃതിയാലുള്ള തണുത്ത ഉപ്പുരസമുള്ള വെള്ളമാണുത്തമം. കാരണം അത് മയ്യത്തിൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തും. ചൂടുവെള്ളം ശരീരത്തിൻ്റെ ഉറപ്പിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. എന്നാൽ ശക്തിയായ തണുത്ത കാലാവസ്ഥ, പച്ചവെള്ളം കൊണ്ട് കഴുകിയാൽ വൃത്തിയാവാത്ത അഴുക്ക് എന്നീ കാരണങ്ങളുണ്ടെങ്കിൽ ചൂടുവെള്ളമാവാം. കഫൻ ചെയ്ത ശേഷം മയ്യത്തിന് 3 കെട്ട് കെട്ടും. ആ കെട്ട് അഴിക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോഴാണ് അഴിക്കേണ്ടത്? ഉത്തരം: മയ്യത്തിനെ ഖബറിൽ വെച്ച ഉടൻ കെട്ടുകളെല്ലാം അഴിക്കേണ്ടതാണ്. മയ്യത്ത് നിസ്കാരത്തിൽ ഇമാം 2-3 തക്ബീർ ചൊല്ലിയ ശേഷം ഒരാൾ തുടർന്നാൽ അയാൾ എന്ത് ചെയ്യണം? ഉത്തരം: ഇമാം സലാം വീട്ടുമ്പോൾ സലാം വീട്ടാതെ ബാക്കി തക്ബീറും അതിൻ്റെ ദിക്റും ചൊല്ലി സലാം വീട്ടിയാൽ മതി. മറ്റു നിസ്കാരങ്ങളിൽ പിന്തുടർന്നാലുള്ളതുപോലെ. മയ്യത്ത് നിസ്കാരത്തിന് ഇമാമാവാൻ ഏറ്റവും അർഹതയുള്ളതാർക്കാണ്? ഉത്തരം: ക്രമപ്രകാരം മയ്യത്തിൻ്റെ ഉപ്പ, ഉപ്പാപ്പ, മകൻ, മകൻ്റെ മകൻ, പിന്നീട് സഹോദരൻ, സഹോദരപുത്രന്മാർ തുടങ്ങിയ അനന്തരാവകാശികളാണ് ഇമാമായി നിൽക്കേണ്ടത്. ഇമാം മയ്യത്തിൻ്റെ ഏത് ഭാഗത്താണ് നിൽക്കേണ്ടത്? ഉത്തരം: മുമ്പിലുള്ള മയ്യത്ത് പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്തും സ്ത്രീയാണെങ്കിൽ അരയുടെ ഭാഗത്തുമാണ് നിൽക്കേണ്ടത്. മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കേണ്ടത് ആരാണ്? ഉത്തരം: മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ അർഹതപ്പെട്ട മയ്യത്തിൻ്റെ പുരുഷന്മാരായ കുടുംബക്കാർ, ഉപ്പ, മകൻ, സഹോദരൻ തുടങ്ങിയവർ. എന്നാൽ മയ്യത്ത് ഭർത്തൃമതിയായ പെണ്ണാണെങ്കിൽ ഭർത്താവാണ് ഏറ്റവും ഉത്തമം. പ്രസവിച്ച ഉടനെ മരണപ്പെട്ട കുട്ടിയുടെ മേൽ നിസ്കരിക്കേണ്ടതുണ്ടോ? ഉത്തരം: കരയുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്തതിന് ശേഷം മരണപ്പെട്ടതാണെങ്കിൽ വലിയവരുടെ അതേ വിധി തന്നെയാണ്. ജീവൻ്റെ യാതൊരു ലക്ഷ്യവും പ്രകടിപ്പിച്ചിട്ടില്ലാത്ത കുഞ്ഞാണെങ്കിൽ കുളിപ്പിക്കേണ്ടതില്ല, നിസ്കരിക്കേണ്ടതുമില്ല. കഫൻ ചെയ്യലും മറമാടലും നിർബന്ധമാണ്. മയ്യത്തിൻ്റെ കുടുംബക്കാർക്ക് മയ്യത്തിനെ ചുംബിക്കൽ അനുവദനീയമാണോ? ഉത്തരം: അനുവദനീയമാണ്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചുംബിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മയ്യത്തിൻ്റെ കുടുംബക്കാർക്കും മയ്യത്ത് സ്വാലിഹായ വ്യക്തിയാണെങ്കിൽ കുടുംബക്കാരല്ലാത്തവർക്കും മയ്യത്തിനെ ചുംബിക്കാം. മറമാടിയ ശേഷം ഖബറിന് മേൽ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണ്? ഉത്തരം: ഒരു ചാൺ ഉയരത്തിൽ ഖബർ മണ്ണിട്ട് ഉയർത്തൽ സുന്നത്താണ്. ആ മണ്ണ് പാറിപ്പോകാതെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയും അതുപോലെ ഈ മയ്യത്ത് കിടക്കുന്ന സ്ഥലം അള്ളാഹു തണുപ്പിക്കുകയും അത് പരലോകമോക്ഷത്തിൻ്റെ സൂചനയാകാനും വേണ്ടിയാണ് വെള്ളം ഒഴിക്കുന്നത്. ഗർഭിണിയായ സ്ത്രീ മരണപ്പെട്ടാൽ വയറ്റിലുള്ള കുഞ്ഞിനെ എന്തു ചെയ്യണം? ഉത്തരം: അതിന് ജീവനുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഓപ്പറേഷൻ നടത്തി പുറത്തെടുക്കൽ നിർബന്ധമാണ്. ജീവനില്ല എന്ന് ഉറപ്പാണെങ്കിൽ പുറത്തെടുക്കേണ്ടതില്ല. മയ്യത്തിനെ അങ്ങനെ തന്നെ മറമാടാം. ഖബറിന് മുകളിൽ ചെടി നടുന്നത് എന്തിനാണ്? ഉത്തരം: ചെടി ചൊല്ലുന്ന തസ്ബീഹിൻ്റെ പ്രതിഫലം മയ്യത്തിന് ലഭിക്കാൻ വേണ്ടി. കേവലമൊരു ചെടിയുടെ തസ്ബീഹ് മരണപ്പെട്ടവർക്ക് ഉപകരിക്കുമെങ്കിൽ ചെടിയേക്കാൾ ഉന്നത സൃഷ്ടിയായ മനുഷ്യർ ചെയ്യുന്ന ഖുർആൻ പാരായണം തുടങ്ങിയ ഇബാദത്തുകൾ മയ്യത്തിന് ഗുണം ചെയ്യില്ല എന്ന് ഒരിക്കലും കരുതാനാവില്ല എന്ന് ഇമാം ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്.